അപ്പോൾ നർത്തകിയിലേക്കെല്ലാം മുത്തുകൂട എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? കണ്ടോ? ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്കുള്ള അടിപൊളി മുത്തുകുടകൾ. മുത്തുകുട അൺബോക്സിംഗ് ആണേ. നർത്തകിയിലേക്കുള്ള പുതിയ മുത്തുകുടകൾ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്. നല്ല ഉടുപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ട, ഓരോന്നിനും നല്ല ഉടുപ്പൊക്കെ ഉണ്ട്. മഞ്ഞ, നീല, ചുവപ്പ് ഉടുപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള, ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു കൗതുകമുണ്ട് ഇത് എങ്ങനെ ഉണ്ടായിരിക്കുന്നത് കാണാൻ. കുറ്റിപ്പുറം പഞ്ചായത്തിൻ്റെ പരിപാടികൾക്ക് നമ്മുടെ മുത്തുകൂട ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. ആഹാ, ചിലും അലുക്കും തൊങ്ങലും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ മുത്തുകൂട. ആഹാ, ഇത് വെറൈറ്റി ആട്ടോ, അത് വേറെ സാധനമാണേ. നമുക്കേ കുട്ടിക്കാലം മുതലുള്ളൊരു സ്വഭാവം എന്താ വെച്ചാൽ ഈ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകവും ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും. അതിപ്പോൾ പുതിയ സാധനങ്ങൾ വാങ്ങുന്നത് കടയിലേക്കാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരിക. പുതിയ മുത്തുകുടകൾ വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് കാണാൻ, അത് അൺബോക്സ് ചെയ്യുന്നത് കാണാനൊക്കെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് കണ്ടു. ഒരുപാട് മുത്തുകുടകൾ പുതിയത് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനെല്ലാം. നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ മുത്തുകുടകളൊക്കെ ഇങ്ങനെ കാണാറില്ലേ, നമ്മളിങ്ങനെ പ്രദർശനത്തിനൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പരത്തിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പല പല കളറുകളാണ്, പല ഡിസൈനുകളാണ്. കസവുള്ളത്, കസവില്ലാത്തത്, തൊങ്ങലുകളുള്ളത്, ഇല്ലാത്തത്, അങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരുപാട് മുത്തുകുടകൾ ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമാണത്. അങ്ങനെ പഞ്ചായത്തിലുള്ള ആളുകൾ വന്നിട്ട് അത് കൊണ്ടുപോകാൻ കേട്ടോ. അനസ് വന്നിട്ടുണ്ടായിരുന്നു, പഞ്ചായത്തിലെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അവരത് കൊണ്ടുപോകണം. ഇനി ഇത് അതിമനോഹരമായ രീതിയിൽ നമ്മുടെ സാംസ്കാരിക ഘോഷയാത്രയിൽ, കുറ്റിപ്പുറം പഞ്ചായത്തിൻ്റെ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയിൽ ഇതേ കണ്ടോ എന്ത് ഭംഗിയായിട്ട് നിൽക്കണം നോക്കൂ. അതിൻ്റെ ഒരു ചന്തം, നമ്മൾ പറയില്ലേ ആനച്ചന്തം എന്നൊക്കെ, ആനയുടെ ഒരു കുറവ്, അതൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ ഇത്രയും മുത്തുകുടകൾ നിരന്ന് കുട്ടികളങ്ങനെ പിടിച്ച് നിൽക്കണ കാണുമ്പോണ്ടല്ലോ എന്തൊരു ഭംഗിയറിയോ. ാണ് നർത്തകിയുള്ളത്. അപ്പോൾ ആ നർത്തകിയിൽ നിന്നിട്ട് നോക്കുമ്പോൾ നർത്തകിയിലെ ആ മുത്തുകുടകൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ വേറെ ഒരു രസമായിരുന്നു, ഒരു കൗതുകം. നല്ല ഭംഗിയുള്ള ആ ഒരു ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും അതിൻ്റെ ഇടയിൽ മുത്തുകുട ഇങ്ങനെ കാണുന്നതും ഒക്കെ മഴയൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് അത് അങ്ങോട്ട് അവസാനിച്ചപ്പോൾ സന്തോഷം തോന്നി.